കേരളത്തിൽ യു.ഡി.എഫ് അധികാരം പിടിച്ചെടുക്കുമ്പോഴും മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള പടലപ്പിണക്കം കോൺഗ്രസിനെ തെരുവിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം പാർട്ടിയെ നയിച്ച വി.ഡി. സതീശനെ തഴഞ്ഞ് കെ.സി. വേണുഗോപാലിനായി കളം നിറയുന്ന ഷാഫി പറമ്പിൽ എംപിക്കെതിരെ അണികളുടെ രോഷം അണപൊട്ടുകയാണ്. വി.ഡി. സതീശന്റെ വലം കൈയായി അറിയപ്പെട്ടിരുന്ന ഷാഫി നിർണായക ഘട്ടത്തിൽ കാലുമാറിയത് വിശ്വാസവഞ്ചനയാണെന്നാണ് പ്രവർത്തകർ ആഞ്ഞടിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിനൊപ്പം "നമ്മൾ ജയിച്ചു സാർ, അങ്ങേ ക്രൂശിച്ചവരെ ജനം ശിക്ഷിച്ചു" എന്ന ഷാഫി ഫേസ്ബുക്കിൽ കുറിച്ച വൈകാരിക പോസ്റ്റാണ് ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായിരിക്കുന്നത്. ഈ പോസ്റ്റിന് താഴെ പ്രതിഷേധ കടലാണ് ഇറമ്പുന്നത്. അങ്ങേ ക്രൂശിച്ചവരെ ജനം ശിക്ഷിച്ചു എന്ന് പറയുന്ന ഷാഫി ഇപ്പോൾ വി.ഡി. സതീശനെ ക്രൂശിക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് കാലം മറുപടി നൽകുമെന്നാണ് അണികളുടെ മുന്നറിയിപ്പ്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താൻ ഹൈക്കമാൻഡ് സ്വാധീനം ഉപയോഗിച്ച് കെ.സി. വേണുഗോപാൽ നടത്തുന്ന നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഷാഫിയാണെന്ന ആരോപണം ശക്തമാണ്. കഴിഞ്ഞ 5 വർഷത്തെ വി.ഡി. സതീശന്റെ കഠിനാധ്വാനമാണ് യു.ഡി.എഫിന് കരുത്തു നൽകിയത്. അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചാൽ വരും കാലങ്ങളിൽ നിയമസഭ കാണാൻ ഷാഫിക്ക് കഴിയില്ലെന്ന് ചിലർ പ്രതികരിച്ചു. നേതാവ് ജനകീയനാകുന്നത് ജനങ്ങൾ കൂടെയുള്ളപ്പോഴാണ്. ദില്ലിയിലെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനല്ല ജനപ്രതിനിധികൾ ശ്രമിക്കേണ്ടതെന്നും സാമൂഹ്യ മാധ്യമത്തിൽ പ്രതികരണമുയർന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിൽ വി.ഡി. എടുത്ത നിലപാടുകൾക്ക് പിന്നാലെയാണ് ഷാഫി വി.ഡിക്കെതിരായതെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജനപ്രിയരായ നേതാക്കളെ അവഗണിക്കാൻ കൂട്ടുനിന്നാൽ ഷാഫി മറുപടി പറയേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ചില ലീഗ് പ്രവർത്തകരും ഷാഫി പറമ്പിലിനെതിരെ രംഗത്തെത്തി. എ ഗ്രൂപ്പുകാരനായ ഷാഫി പറമ്പിൽ എ ഗ്രൂപ്പിലെ എം.എൽ.എമാരെയും മുതിർന്ന നേതാക്കളെയും കെ.സി. വേണുഗോപാലിനൊപ്പം നിർത്താൻ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. വി.ഡി. സതീശനെ പൂർണ്ണമായി ഒതുക്കുകയെന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. സതീശനായിരിക്കും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖമെന്ന് ഒരു സമയത്ത് ഉറപ്പിച്ചിരുന്നു. സതീശൻ മുഖ്യമന്ത്രിയായാൽ താക്കോൽ സ്ഥാനങ്ങളിൽ ഷാഫിയും രാഹുലും എത്തുമെന്നും ഏറെക്കുറെ ഉറപ്പായിരുന്നു. ഈ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായി വിഷയങ്ങൾ തുടങ്ങുന്നത്. മാത്രമല്ല, കെ.സി. വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുക കൂടി ചെയ്തതോടെ ഷാഫി മറുകണ്ഠം ചാടി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ കെ.പി.സി.സി. അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും ഷാഫി എത്താനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. മുഖ്യമന്ത്രി ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പാർട്ടിക്കുള്ളിലെ ഈ പോര് തെരുവിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും പടരുന്നത് യു.ഡി.എഫിന് വലിയ തലവേദനയായിട്ടുണ്ട്. സതീശനെ വെട്ടി കെ.സിയെ വാഴിക്കാൻ ഷാഫി നടത്തുന്ന നീക്കങ്ങൾ കോൺഗ്രസിന്റെ അടിത്തറ തോണ്ടുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്.